ഹായ് ഫ്രണ്ട്സ്, PSC ക്വിക്ക് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെപ്റ്റംബർ 4-ന് നടന്ന മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ എക്സാമിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഈ എക്സാമിൽ ചോദിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കൂ. ഇതുപോലെ മറ്റ് എക്സാംസിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി 2 വീഡിയോസ് മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അതുകൂടി കണ്ടു നോക്കൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കറന്റ് അഫയേഴ്സും മോക്ക് ടെസ്റ്റും മറ്റ് ക്ലാസ്സസും ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Article 360 of the Indian Constitution deals with options: national emergency, special status to Jammu and Kashmir, financial emergency, election commission of India. അപ്പോൾ ആർട്ടിക്കിൾ 360 പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസിയെ കുറിച്ചാണ്. നാഷണൽ എമർജൻസിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 352 ആണ്. അതുപോലെ സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 356 ആണ്. ഈ സ്പെഷ്യൽ സ്റ്റേറ്റസ് ടു ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ 370 ആയിരുന്നു. ഇപ്പോൾ ജമ്മു കാശ്മീരിന് ഈ സ്പെഷ്യൽ സ്റ്റേറ്റസ് ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324 ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആർട്ടിക്കിൾ 360 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ എമർജൻസി. നാഷണൽ എമർജൻസി 352 ആണ്. സ്റ്റേറ്റ് എമർജൻസി 356. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324. Which of the following statements are true with fundamental duties mentioned in the Indian Constitution? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? It incorporated into the Indian Constitution by the 42nd Constitutional Amendment Act of 1976. Second statement, 10 fundamental duties were included by the 42nd Amendment Act. The 11th fundamental duty was incorporated by the 86th Constitutional Amendment Act 2002. അപ്പോൾ ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദി 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976. ഇപ്പോൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. ഈ 42nd അമെൻമെന്റ് വഴി 1976 42nd അമെൻമെന്റ് വഴിയാണ് പാർട്ട് 4A അതിന് കീഴെ ആർട്ടിക്കിൾ 51A ആഡ് ചെയ്തത്. അതിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ആഡ് ചെയ്തത്. ഈ 42nd അമെൻമെന്റ് പ്രകാരം 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ആഡ് ചെയ്തത്. അതിനുശേഷം 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് 11ാമതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉള്ളത്. Which of the following statement is or are not true about the status of a governor of a state in India? ഒരു സ്റ്റേറ്റിന്റെ ഗവർണറെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ദി സെയിം പേഴ്സൺ ആസ് എ ഗവർണർ ഫോർ 2 or more states is possible. അപ്പോൾ ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എ ഗവർണർ ആക്ട്സ് ആസ് എൻ ഏജന്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. ഇതും ട്രൂ ആണ്. Third statement, a governor is a nominal executive head, that is titular or constitutional head of the state. ഇതും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, the office of governor of a statement is an employment under the central government. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഗവർണറുടെ ഓഫീസ് സെൻട്രൽ ഗവൺമെന്റിന് താഴെയുള്ള ഒരു എംപ്ലോയ്മെന്റ് അല്ല, അതൊരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. ഇനി ഇതിന്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ആർട്ടിക്കിൾ 153 പറയുന്നത് there shall be a governor for each state. ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ വേണമെന്നാണ് ആർട്ടിക്കിൾ 153 പറയുന്നത്. ഈ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഗവർണർ ആകുന്നതിനുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ ഹി ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദി ഏജ് ഓഫ് 35 years. 35 years കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ
പറയുന്നത് he should not be a member of either house of parliament. പാർലമെന്റിന്റെ രണ്ട് ഹൗസിന്റെയും മെമ്പർ ആയിരിക്കാൻ പാടില്ല. അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഹൗസിന്റെയും മെമ്പർ ആയിരിക്കാൻ പാടില്ല. അതുപോലെ മറ്റൊരു കാര്യം he should not hold office for any office for profit. പ്രോഫിറ്റിന് വേണ്ടി ഒരു ഓഫീസിലും അദ്ദേഹം വർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഇനി 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1956, അതായത് 1956 7ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം ഒരാൾക്ക് രണ്ടോ അതിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഗവർണറായി ഇരിക്കാവുന്നതാണ്. പിന്നെ ഒരു ഗവർണറുടെ നോർമൽ ടേം എന്ന് പറയുന്നത് 5 years ആണ്. പക്ഷേ ദിസ് ഈസ് സബ്ജക്ട് ടു ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റിന് ഏത് സമയം വേണമെങ്കിലും ഗവർണറെ ആ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഗവർണർ ഗീവ്സ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ദി പ്രസിഡന്റ്. ഗവർണർ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത് പ്രസിഡന്റിനാണ്. അപ്പോൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ആർട്ടിക്കിൾ 153 ദർ ഷാൽ ബി എ ഗവർണർ ഫോർ ഈച്ച് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. He should be a citizen of India. He should have completed the age of 35 years. 7th Constitutional Amendment Act of 1956 പറയുന്നത് ഒരാൾക്ക് രണ്ടോ അതിൽ കൂടുതൽ സ്റ്റേറ്റ്സിൽ ഗവർണർ ആയിരിക്കാവുന്നതാണ്. ടേം 5 years ആണ്. But this is subject to the pleasure of the president, and the governor gives his resignation letter to the president. In the case of death of the vice president, the national flag shall be half-masted. അപ്പോൾ vice presidentന്റെ മരണത്തിൽ നാഷണൽ ഫ്ലാഗ് ഹാഫ് മാസ്റ്റ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: throughout the country, throughout Delhi only, throughout the native state the vice president belongs to, throughout the national capital and native state of vice president. അപ്പോൾ ഇതിന്റെ ആൻസർ ത്രൂ ഔട്ട് ദി കൺട്രി ആണ്. രാജ്യം മുഴുവൻ നാഷണൽ ഫ്ലാഗ് ഹാഫ് മാസ്റ്റ് ചെയ്യും. ചൂസ് ദി ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ആർട്ടിക്കിൾ 31C വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി 25th Constitutional Act, which gave Article 39B and 39C precedence over fundamental rights. അപ്പോൾ ഇത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? ആർട്ടിക്കിൾ 44 ടു പ്രൊട്ടക്ട് ഓൾ മോൺമെന്റ്സ് ഓഫ് ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ് ആൻഡ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഇത് തെറ്റാണ്. ആർട്ടിക്കിൾ 44 ഇതിനെക്കുറിച്ച് പറയുന്നത്. 49 ടു പ്രൊട്ടക്ട് ഓൾ മോൺമെന്റ്സ് ഓഫ് ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ് ആൻഡ് നാഷണൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 44 എന്താണ്? യൂണിഫോം സിവിൽ കോഡ് ഫോർ ദി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നതാണ് ആർട്ടിക്കിൾ 44 പറയുന്നത്. ആർട്ടിക്കിൾ 40 ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്സ് ആസ് യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവൺമെന്റ്. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദി 25th Constitutional Act came to be challenged before the Supreme Court in Keshavananda Bharati case 1973. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ, അതായത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ബി ആണ്. The Constituent Assembly of India was set up under the framework of ഓപ്ഷൻസ്: ക്യാബിനറ്റ് മിഷൻ, സൈമൺ കമ്മീഷൻ, ക്രിപ്സ് മിഷൻ, മൗണ്ട് ബാറ്റൺ പ്ലാൻ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്തത് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ്. നവംബർ 1946 ഇത് സെറ്റപ്പ് ചെയ്തത്. ഇതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 1946 9th ഡിസംബറിനാണ്. ചൂസ് ദി റോങ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. First one, Constituent Assembly ratified India's membership of the Commonwealth in May 1949. അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കോമൺവെൽത്ത് ഓഫ് നേഷൻസിലെ ഇന്ത്യയുടെ മെമ്പർഷിപ്പിന് ഫോർമൽ എഗ്രിമെന്റ് കൊടുത്തത് 1949 മെയ്യിലാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റഡ് ദി നാഷണൽ ഫ്ലാഗ് ഓൺ July 22, 1953. ഇത് തെറ്റാണ്. ഇതിലെന്താണ്? July 22, 1947 ആണ് നാഷണൽ ഫ്ലാഗ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റഡ് ദി നാഷണൽ സോങ് ഓൺ Jan 24, 1950. 1950 ജനുവരി 24 നാഷണൽ സോങ് അഡോപ്റ്റ് ചെയ്തത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റഡ് ദി നാഷണൽ ആന്തം ഓൺ January 24, 1950.
1950 ജനുവരി 24 തീയതിയാണ് നാഷണൽ ആന്തം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തത്. Dash is India's highest military decoration awarded for displaying distinguished acts of valor during wartime. Options: Bharat Ratna, Paramveer Chakra, Vishisht Seva Medal, Kirti Chakra. അപ്പോൾ ഇന്ത്യയുടെ ഹയസ്റ്റ് മിലിറ്ററി ഡെക്കറേഷൻ പരംവീർ ചക്രയാണ്. With reference to the powers of Prime Minister, which of the following is or are true? First one, he allocates and reshuffles various portfolios among the ministers. അപ്പോൾ ഇതെന്താണ്? മിനിസ്റ്റേഴ്സിന് വാരിയസ് പോർട്ട്ഫോളിയോസ് അലോക്കേറ്റ് ചെയ്യുന്നതും റീഷഫിൾ ചെയ്യുന്നതും ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. He can ask a minister to resign or advise the president to dismiss him in case of difference of opinion. ഒരു മിനിസ്റ്ററോട് റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഡിസ്മിസ് ചെയ്യാൻ, ആ മിനിസ്റ്ററെ ഡിസ്മിസ് ചെയ്യാൻ വേണ്ടി അഡ്വൈസ് ചെയ്യാം. ഇതും കറക്റ്റ് ആണ്. He recommends persons who can be appointed as ministers by the president. പ്രസിഡന്റ് ഏത് മിനിസ്റ്റേഴ്സിനെ എല്ലാം അപ്പോയിന്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യാനും പ്രൈം മിനിസ്റ്ററിന് കഴിയും. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ all of the above ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. The maximum membership of Rajya Sabha is limited to options 250, 225, 450, 445. ഇപ്പോൾ രാജ്യസഭയുടെ മാക്സിമം മെമ്പർഷിപ്പ് 250 ആണ്. ഇതിൽ 238 പേരെ ഇലക്ട് ചെയ്യുന്നതും 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതുമായിരിക്കും. ഇനി ലോക്സഭയാണെങ്കിൽ 552 ആണ് മാക്സിമം മെമ്പർഷിപ്പ്. ഇതിൽ 530 പേര് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇലക്ട് ചെയ്യപ്പെടുന്നതും 20 പേരെ യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് ഇലക്ട് ചെയ്യുന്നതും 2 പേരെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതുമായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുവരെയ്ക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.